ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സിമ്പിൾ ബുക്ക് മാർക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഒരു A4 ഷീറ്റിന് പകുതി കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇത് ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് വലുതായിപ്പോയി. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കവാൾ സ്റ്റിക്കേഴ്സ് എടുക്കുന്നുണ്ട്. ഇത് മീഷോന്ന് 100 രൂപേന് വാങ്ങിയതായിരുന്നു. ഞാൻ കുറച്ചൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ എന്നാൽ ഞാൻ ഈ ഗോൾഡൊക്കെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഈ ഷീറ്റിൻ്റെ അടിയിൽ കാർഡ്ബോർഡ് ഇട്ടിട്ടു, അതുകൊണ്ടാണ് കട്ട് തോന്നിക്കുന്നത്. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ അളവിൽ കട്ട് ചെയ്ത് എടുത്ത് ഇനി നമ്മളെടുക്കുന്നത് ഈ നമ്മളെന്തെങ്കിലുമൊക്കെ പിൻ ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു പിന്നുണ്ടല്ലോ, അതാണ്. ആ പിന്നെടുത്ത് ഒരെണ്ണെടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈൻ്റെ നല്ല മഷൊക്കെ കാണിക്കുന്നത് ഒരു ക്രാഫ്റ്റ് ചെയ്ത് വീഴുന്നിട്ടുള്ള, അതുകൊണ്ട് അതിൻ്റെ സ്കെച്ചിൻ്റെ ഒക്കെ മഷി പിന്നെ ഗ്ലൂവൊക്കെ തേക്കുമ്പോൾ അതിൻ്റെ മഷിയൊക്കെ വേണം. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാനായിട്ട് അധികം പണിയൊന്നുമില്ല. ആകെ കാർഡ്ബോർഡ് ഞാൻ കട്ടിക്ക് വേണ്ടി ചെയ്തതാണ്. അത് വേണ്ട ഞാൻ ബുക്കിൻ്റെ ചട്ടപ്പെടുത്തി എടുത്തുള്ളൂ. പിന്നെ ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ സൈഡ് ടാപ്പിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ റോൾ എവിടെ നോക്കി കഴിഞ്ഞാൽ റോള് ഞാൻ വേറൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് അത് കഴിയാറായപ്പോൾ അപ്പോൾ അതിനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഗോൾഡ് പിക്ചറിൻ്റെ കാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ലാസ്റ്റ് ഭാഗം അടിഭാഗത്തായിട്ട് ഒട്ടിച്ചെടുത്തു. ഇഷ്ടമുള്ള പിക്ചർ എടുക്കാം കേട്ടോ. ഇനി കവായ് സ്റ്റിക്കർ ഇല്ലെങ്കിൽ ഹോം മെയ്ഡ് സ്റ്റിക്കർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി എൻ്റെ മുകളിൽ ഞാനിതുപോലെ ആ പിന്നി ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ സ്റ്റിക്കറല്ല നല്ലൊരു ഗ്ലേസിങ്ങും ഒക്കെ ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കില്ല. ഹോം മെയ്ഡ് സ്റ്റിക്കർ ആണെങ്കിൽ വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. അത് കവായ് സ്റ്റിക്കർ ആണെങ്കിലും ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു കവായ് സ്റ്റിക്കറിൽ നിന്നായിട്ട് ഒരെണ്ണം എടുക്കുന്നുണ്ട് വീണ്ടും. അപ്പോൾ ഞാൻ ഒരെണ്ണം പറിച്ചെടുക്കുന്നത് സ്റ്റാറിൻ്റെ ഉണ്ട്, ഒരു യെല്ലോ കളർ സ്റ്റാറിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഞാനിനി ആ പിന്നിൻ്റെയും ഡബിൾ സൈഡ് ടാപ്പിൻ്റെയും അവിടെ ഇട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ആവശ്യമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇത് ഉണ്ടാക്കേണ്ട പണി. നമുക്കിതിൻ്റെ ഫൈനലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ്, അടിപൊളിയാണ്. നല്ല കണ്ടോ ഗ്ലേസിങ് ഒക്കെ വരുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആ ഒരു ഇതിൽ കട്ട് ചെയ്യണമെന്നില്ല, ചെറിയൊരു ഷേപ്പ് വരുത്തണം, അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന്. അപ്പോൾ ഇതാ അടിപൊളിയാണ് കേട്ടോ, നല്ല യൂസ്ഫുള്ളായിട്ടാണ്. അപ്പോൾ സിമ്പിളായതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.